എടാ നീ മാനേജറിന് പ്രോജക്ട് ഡീറ്റെയിൽസിന്റെ മെയിൽ അയച്ചിരുന്നു. മെയിലൊക്കെ ഇന്നലെ തന്നെ അയച്ചടാ. എന്താടാ ആകെ ഡൗൺ ആണല്ലോ, എന്ത് പറ്റി? ഞാൻ പഴയ ഫാമിലി ഫോട്ടോ ഒക്കെ നോക്കായിരുന്നു. പാരന്റ്സിനൊക്കെ വല്ലാതെ മിസ് ചെയ്യണം. നീ ഓസ്ട്രേലിയ വന്നിട്ട് 10-13 കൊല്ലമായില്ലേ, നിനക്ക് അവരെയും കൊണ്ടുവന്നൂടെ? ഞാൻ ഓസ്ട്രേലിയൻ പാരന്റ് വിസ അപ്ലൈ നോക്കണ്ട്. പക്ഷെ ഏത് വിസ പാത്ത് ചൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിനക്കറിയാതെ ചൂസ് ചെയ്യേണ്ടതെന്ന്? എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലടാ. ഇതൊക്കെ ഓസ്ട്രേലിയ ഇമിഗ്രേഷൻ ലോഡ് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പ്രൊഫഷണൽ ആയി ഡീൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഏതെങ്കിലും ഏജൻസി അപ്രോച്ച് ചെയ്യണോ അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസി പോരാ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ അത് ക്ലിയർ ചെയ്ത് വിസ ഗ്രാൻഡ് ആയി കിട്ടാൻ വർഷങ്ങൾ എടുക്കും. ചിലപ്പോൾ പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് പോലും കിട്ടിയെന്ന് വരില്ല. സോ റിസ്ക് എടുക്കണ്ട, ക്രെഡിബിലിറ്റി ഉള്ള ഏജൻസി തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവര് കൊള്ളാന്ന് തോന്നുന്നു. ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഓതറൈസേഷൻ ഒക്കെ ഉണ്ട്. അവരുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കിയേ. എടാ ഇവർക്ക് 20 വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. 35,000 ആൾക്കാർ ഇവര് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യിച്ചേക്കണേ. ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഇവർക്ക് ഓൺഷോർ സർവീസ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ടോൾ ഫ്രീ നമ്പറും ഉണ്ട്. ഓസ്ട്രേലിയൻ പേരന്റ് വിസ അപ്ലൈ ചെയ്യാൻ ഇതിലും ബെസ്റ്റ് ഏജൻസി വേറെ ഇല്ല. നീ ഇന്ന് തന്നെ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും.